ഹലോ ഫ്രണ്ട്സ്, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ നോക്കിയിരുന്നത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറാണ്. ആ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ നമ്മൾ രണ്ട് ടൈപ്പാണ് മെയിനായിട്ട് നോക്കിയത്. ഒന്ന് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അതായത് ആ സെമി കണ്ടക്ടർ എത്ര എലമെൻ്റ് ഉണ്ട് അതിൻ്റെ ബേസിസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ, പിന്നെ ഡോപ്പിങ്ങിൻ്റെ ബേസിസിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെമി കണ്ടക്ടറിൻ്റെ വേറെ ക്ലാസിഫിക്കേഷനാണ് ആദ്യമായിട്ട് നോക്കുന്നത്. സോ അതിന് നമ്മൾ നോക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടേഴ്സാണ്. സോ ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതിൻ്റെ റീകോമ്പിനേഷൻ മെക്കാനിസത്തിൻ്റെ ബേസിസിലാണ്. അതായത് ഏത് രീതിയിലാണ് റീകോമ്പിനേഷൻ നടക്കുന്നത് ഇലക്ട്രോണും ഹോളും, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡയറക്റ്റ് സെമി കണ്ടക്ടറാണോ അല്ല ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടറാണോ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ എന്ന് നോക്കാം. ഇവിടെ നമ്മൾ അത് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് ഇത് എനർജി ബാൻഡ് ഡയഗ്രാം വെച്ച് വരയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നമുക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. ഈ എക്സ് ആക്സിസ് നമ്മൾ വേവ് വെക്ടർ അല്ലെങ്കിൽ മൊമെൻറ്റമാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ എനർജിയാണ്. നമ്മൾ സാധാരണയായിട്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് കണ്ടക്ഷൻ ബാൻഡും അതേമാതിരി വാലൻസ് ബാൻഡും വരയ്ക്കുക. പക്ഷേ ഇവിടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്ച്വലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കർവ്ഡ് ആണ്. പക്ഷെ നമ്മൾ വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ സ്ട്രെയിറ്റ് ലൈനായിട്ട് EC ഒക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രാമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് വാലൻസ് ബാൻഡ്. ഇതാണ് കണ്ടക്ഷൻ ബാൻഡിൻ്റെ മിനിമം എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് വാലൻസ് ബാൻഡിൻ്റെ മാക്സിമം എന്ന് പറയുന്ന പോയിന്റ്. ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും രണ്ടും ഡിഫറെൻറ്റ് എനർജി ലെവൽസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് EG എന്ന് പറയുന്ന എനർജി ഗ്യാപ്പാണ്. അതേപോലെ നമ്മൾ ഈ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഈ പോയിന്റിനെന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് മിനിമം എന്നും ഈ പോയിന്റിന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് മാക്സിമം എന്നുമാണ്. ഈ കണ്ടക്ഷൻ ബാൻഡ് മിനിമവും അതേപോലെ ഈ വാലൻസ് ബാൻഡ് മാക്സിമം രണ്ടിൻ്റെയും K വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും 0 ആണ്. ഇതിപ്പോൾ നമ്മൾ ഒറിജിനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടക്ഷൻ ബാൻഡ് മിനിമവും വാലൻസ് ബാൻഡ് മാക്സിമവും വരുന്നത് സെയിം K വാല്യൂവിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് വാലൻസ് ബാൻഡിൽ ഒരു ഹോളായിട്ട് റീകമ്പൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ഒരു ഇലക്ട്രോണിന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു എനർജി ചേഞ്ച് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ എനർജി ചേഞ്ച് എന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എനർജി ഗ്യാപ്പ് ഉണ്ട്. കാരണം കണ്ടക്ഷൻ ബാൻഡ് ഒരു ഹയർ എനർജി ലെവലിലാണ്, വാലൻസ് ബാൻഡ് അതിനെക്കാട്ടിൽ ഈ EG ഡിഫറൻസിലൊരു എനർജി ലെവലിലാണുള്ളത്. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലേക്ക് വരുമ്പോൾ ഈ EGക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എനർജി റിലീസ് ചെയ്യും. സോ ഈ എനർജി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ ഫോട്ടോണാണ്. hν എന്ന് പറയുന്ന എനർജി ആയിരിക്കും. ഈ hν എന്ന് പറയുന്നത് EGക്ക് ഈക്വലൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ വരുന്നത് ഇതാണ്, അതായത് കണ്ടക്ഷൻ ബാൻഡ് മിനിമം വാലൻസ് ബാൻഡ് മാക്സിമം സെയിം വാല്യൂ ഓഫ് K ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എനർജി ചേഞ്ചോട് കൂടിയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ വാലൻസ് ബാൻഡിലേക്ക് വന്ന് വാലൻസ് ബാൻഡിലെ ഹോളായിട്ട് റീകമ്പൈൻ ചെയ്യാം. അപ്പോൾ ഈ സാധാരണയായിട്ട് ഈ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗാലിയം ആർസനൈഡ് ഒക്കെയാണ്. സോ ഗാലിയം ആർസനൈഡ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലേസർ അല്ലെങ്കിൽ LED ഇങ്ങനെയുള്ള കമ്പോണൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറിൽ ഇതാണ് വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡും സെയിം K വാല്യൂവിലല്ല. വാലൻസ് ബാൻഡ് ഇവിടെയാണ്, കണ്ടക്ഷൻ ബാൻഡ് കുറച്ച് മാറിയിട്ടാണ്. അപ്പോൾ രണ്ടിൻ്റെ K വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. എനർജി ഓൾറെഡി ഡിഫറെൻ്റ് ആണ്. EG ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ്. ഇവിടുന്ന് ഇപ്പോൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണിന് വാലൻസ് ബാൻഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് ചേഞ്ചിന് അണ്ടർഗോ ചെയ്യേണ്ടി വരും. അതായത് മൊമെൻറ്റം ചേഞ്ചും അണ്ടർഗോ ചെയ്യേണ്ടി വരും, അതേമാതിരി എനർജി ചേഞ്ചും അണ്ടർഗോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ മൊമെൻറ്റം ചേഞ്ചാണ് ഫസ്റ്റ് നടക്കുക. അതായത് ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഒരു ഇലക്ട്രോൺ ആദ്യം വരുന്നത് ഒരു ER എന്ന് പറയുന്ന റീകോമ്പിനേഷൻ സെൻറ്ററിലേക്കായിരിക്കും. ആ ER എന്ന് പറയുന്ന റീകോമ്പിനേഷൻ സെൻറ്ററിലേക്ക് വരുമ്പോൾ അത് ഫോനോൺ എന്ന് പറയുന്ന ഒരു എനർജി അത് എമിറ്റ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും. സോ ഈ ഫോനോൺ എന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്, മെക്കാനിക്കൽ വൈബ്രേഷൻ എന്നൊക്കെ പറയും.
അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോണോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് അപ്പോൾ ഇവിടെ മൊമെൻറ്റം ചേഞ്ച് വന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് റീകോമ്പിനേഷൻ സെൻറ്ററിലേക്ക് വന്നു. റീകോമ്പിനേഷൻ സെൻറ്ററിൽ നിന്ന് ഇനി നമ്മുടെ വാലൻസ് ബാൻഡിലേക്ക് വരും. സോ ഈ വാലൻസ് ബാൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അഗെയിൻ എന്താണ്, ഒരു എനർജി ഡിഫറൻസ് ഉണ്ട്. സോ വാലൻസ് ബാൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത് ഒരു ഫോട്ടോണിന് എമിറ്റ് ചെയ്യും. സോ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് ഡയറക്റ്റ് വാലൻസ് ബാൻഡിലേക്ക് വരാണ്ട് ആദ്യം ഒരു എനർജി എമിറ്റ് ചെയ്ത് റീകോമ്പിനേഷൻ സെൻറ്ററിൽ വന്ന് റീകോമ്പിനേഷൻ സെൻറ്ററിൽ നിന്ന് വേറൊരു ഫോട്ടോൺ എമിറ്റ് ചെയ്ത് നമ്മുടെ വാലൻസ് ബാൻഡിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലിനെ ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിലിക്കണും ജെർമേനിയം ഒക്കെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഈ എന്താണ് റിലേഷൻ ബിറ്റ്വീൻ എനർജി ആൻഡ് മൊമെൻറ്റം എന്നാണ്. അപ്പോൾ മൊമെൻറ്റവും എനർജിയും തമ്മിൽ റിലേഷൻഷിപ്പ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. സോ കൈനറ്റിക് എനർജി നമുക്കറിയാം, എനർജി എന്ന് പറയുന്നത് നമ്മൾ E എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ എനർജി ഈസ് ഈക്വൽ ടു ½ mv². സോ അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. പിന്നെ നമുക്കറിയാം P ഈസ് ഈക്വൽ ടു mv. അപ്പോൾ P ഈസ് ഈക്വൽ ടു mv ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P ഈസ് ഈക്വൽ ടു mv ആണെന്നുണ്ടെങ്കിൽ നമുക്ക് V എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, V ഈസ് ഈക്വൽ ടു P/m. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എങ്ങനെ വരും, E ഈസ് ഈക്വൽ ടു ½ mv² അല്ല, അപ്പോൾ ½ mv ഇൻറ്റു V എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ mv എന്ന് പറയുന്നത് എന്താണ്, സോ mv എന്ന് പറയുന്നത് P ആണ്. സോ P ഇൻറ്റു V എന്ന് പറയുന്നത് എന്താ, P/m, P ഇൻറ്റു P/m. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്നത് ½p²m എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ½ p²m. ഇനി നമുക്കൊരു ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ മുന്നേ ഫിസിക്സിലൊക്കെ പഠിച്ചതാണ്. സോ ഈ ഡി ബ്രോഗ്ലി ഇക്വേഷന് നമ്മൾ ലാംഡ ഈസിക്കൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഡേൻ്റെ ഇവിടെ എന്താ വെച്ചാൽ ഇലക്ട്രോണിന് നമ്മൾ ബോത്ത് പാർട്ടിക്കിൾ നേച്ചറും അതേമാതിരി വേവ് നേച്ചറും ഉണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ വേവ് ലെങ്ത് എടുക്കാൻ പറ്റുന്നത്. സോ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ലാംഡ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ലാംഡ ഈക്വൽ ടു h/p. ഇവിടെ h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ P ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് P ഈസ് ഈക്വൽ ടു h/λ എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ അനാലിസിസ് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിന് 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് h/2π λ/2π എന്ന് കിട്ടി. ഈ λ/2πനെ നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി 2π/λ ഈക്വൽ ടു k എന്ന് കൊടുത്തു. ഈ k എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വേവ് വെക്റ്റർ. നമ്മൾ മുന്നത്തെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സെമി കണ്ടക്ടറിൽ പറഞ്ഞ സമയത്ത് നമ്മൾ വേവ് വെക്റ്റർ എന്ന് പറഞ്ഞ ടേം പറഞ്ഞിരുന്നു. സോ ആ വേവ് വെക്റ്റർ എന്ന് പറയുന്നത് 2π/λ ആണ്. അപ്പോൾ അതേമാതിരി h/2π എന്ന് പറയുന്നത് നമുക്ക് h ആണ്. സോ ഈ h എന്ന് പറയുന്നത് നമ്മൾ h എഴുതുക, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു ക്രോസ് ഇങ്ങനെ ഇടുക, അതിനെ നമ്മൾ പറയുക h എന്നാണ്. സോ h/2π, സോ h ഈക്വൽ ടു h/2π എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെയായി, P ഈസ് ഈക്വൽ ടു h ഇൻറ്റു k. ഓക്കെ, സോ ഇവിടെ P എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻ്റ് ആണ്, K എന്ന് പറയുന്നത് വേവ് വെക്റ്ററാണ്. സോ നമുക്ക് E ഈസ് ഈക്വൽ ടു p²/2m എന്നുള്ളത് നമുക്ക് Pക്ക് പകരം എന്ത് കൊടുക്കാം, h², k²/2m. സോ നമുക്കിതിന് ഈ ഇക്വേഷന് നമുക്ക് എന്ത് പറയാം, E ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു k². അത് ഈ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു k² എന്ന് പറയുകയാണെങ്കിൽ ഈനെ നമുക്ക് എന്തായിട്ട് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരബോളിക് കർവ് ആയിട്ട് വരയ്ക്കാം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതെന്ത് ചെയ്തത്, നമ്മൾ ആ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടർ പറയുന്ന സമയത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ പാരബോളിക് കർവ് നമ്മൾ വരച്ചത്. ഇനി അടുത്തത് നമ്മൾ എഫക്റ്റീവ് മാസ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ എഫക്റ്റീവ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഇലക്ട്രോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുക 9.1 × 10⁻³ kg എന്നാണ്. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 9.1 × 10⁻³ kg എന്ന് പറയുന്നത് ഒരു ഫ്രീ സ്പേസിലുള്ള ഒരു ഇലക്ട്രോൺ, അതായത് അതിൻ്റെ മുകളിൽ വേറെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ഇലക്ട്രോണിൻ്റെ മാസാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മളൊരു സോളിഡിൽ നോക്കുകയാണെങ്കിൽ ആറ്റംസ് എല്ലാം വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസും വളരെ അടുത്തടുത്ത് വരും. അപ്പോൾ അതിന് പലവിധ ഇൻറ്റേർണൽ ഫോഴ്സസ് അതിൻ്റെ മുകളിൽ പ്രയോഗിക്കപ്പെടും. അതായത് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, അതേമാതിരി അട്രാക്റ്റീവ് ഫോഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഒരു ലാറ്റിസ് കൂടെ അല്ലെങ്കിൽ ആ സോളിഡിൽ കൂടെയുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിന് അഫക്റ്റ് ചെയ്യും.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഇൻറ്റേർണൽ ഫോഴ്സസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ഒരു മാസാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് E = ½ mv² എന്ന് പറയുന്ന നമ്മുടെ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനാണ്. സോ അത് നമുക്കറിയാം എന്താണ്, അതിനെ നമ്മൾ ½ p² എന്ന് എഴുതും. പിന്നെ നമുക്കതിന് h×2 k²/2m എന്ന് എഴുതും. സോ ഇവിടെ മാസ് നമുക്ക് വേണ്ടത് m എന്നുള്ളത് നമ്മൾ പിന്നീട് m* എന്നുള്ള രീതിയിലേക്ക് മാറ്റും. ഓക്കെ, സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് E = h×2 k²/2m നമുക്കറിയാം. സോ നമ്മൾ എന്താ ഇവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു k ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് k ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dE/dk നമുക്ക് h×2/2m എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ അത് അങ്ങനെ തന്നെ വന്നു. k² ആണ് വേരിയബിൾ, സോ അതിന് 2k എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു h×2 k/m. കാരണം ഈ 2ഉം ഈ 2ഉം ഇവിടെ ക്യാൻസലായി. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, p(h×m) എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. dE/dk ഇൻറ്റു ഈ h×നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ 1/h× = p/m വിച്ച് ഈസ് ഈക്വൽ ടു v. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് E വിത്ത് റെസ്പെക്ട് ടു കെനെ നമുക്ക് വെലോസിറ്റി ആയിട്ട് ഈ രീതിയിൽ റിലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് എന്ത്, E/dk = h×2 k/2m. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് dE/dk = h×2 k/m ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, d² E/dk² ഈസ് ഈക്വൽ ടു h×2/m. ഇതിന് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ h×2നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. അപ്പോൾ 1/h² d² E/dk² = 1/m. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ എന്താണ്, ഈ m ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, എമ്മിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എം കണ്ടുപിടിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു എം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്ന അതാണ് കൺസെപ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എം എന്നുള്ളത് എഫക്റ്റീവ് മാസിലേക്ക് മാറുന്ന സമയത്ത് m* എന്ന് വരും. സോ ഈ m* ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിന്ന് നമ്മൾ എം കണ്ടുപിടിക്കുകയാണ്. സോ m* ഈക്വൽ ടു h×2/d² E/dk². സോ ഇതാണ് സാധാരണയായിട്ട് നമ്മൾ എഫക്റ്റീവ് മാസിൻ്റെ ഇക്വേഷൻ പറയുക. റെപ്രസെൻറ്റേഷൻ എഫക്റ്റീവ് മാസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് m* ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോളിൻ്റെ എഫക്റ്റീവ് മാസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ m* എന്നല്ല mn* എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ട്രോണിൻ്റെ എഫക്റ്റീവ് മാസ് റെപ്രസെൻറ്റ് ചെയ്യുക. ഹോളിൻ്റെ എഫക്റ്റീവ് മാസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക mp* എന്നും പറഞ്ഞിട്ടാണ്. സോ ദിസ് ഈസ് ഫോർ hole and this is for electrons. അപ്പോൾ ഇതാണ് എഫക്റ്റീവ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കൺസെപ്ച്വൽ കാര്യമാണ്. അത് നമ്മൾ ആ ഇൻറ്റേർണൽ ഫോഴ്സസിനെയും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എന്താണ് ഇക്വിലിബ്രിയം, എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എന്ന് നോക്കാം. അപ്പോൾ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം ആയിരിക്കും. അതായത് സോളിഡിന് ഒരു വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചർ ഉണ്ടാവും. അതേമാതിരി ഫെർമി എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ അനാലിസിസ് വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് സ്റ്റഡി സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റഡി സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു സെമി കണ്ടക്ടർ സ്റ്റഡി സ്റ്റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നൊരു സാധനമാണെങ്കിൽ കൂടി നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെടുക്കണ്ട, അതിൻ്റെ ടൈം ചേഞ്ച് എടുക്കണ്ട. അപ്പം നമ്മുടെ അനാലിസിസ് കുറച്ചും കൂടി സിമ്പിളാവും. അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് പലപ്പോഴും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എടുക്കുന്നത്. സോ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, ഒരു വെൽ ഡിഫൈൻഡ് ടെമ്പറേച്ചർ ഉണ്ടാവും, ഒരു കോൺസ്റ്റൻറ്റ് ഫെർമി എനർജി ഉണ്ടാവും, അതേമാതിരി സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യില്ല. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വിലിബ്രിയം ആവണമെന്നില്ല. ചില നോൺ ഇക്വിലിബ്രിയം ആയിട്ടുള്ള സ്റ്റേറ്റും സ്റ്റഡി സ്റ്റേറ്റ് ആവാം.
പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആ നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു എനർജി സോഴ്സ് അവിടെ വേണം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എപ്പോഴാണ് ഇതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേറൊരു സോഴ്സ് ഒരു എനർജി സോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നമുക്കൊരു ഡയോഡ് പറയാം. ഡയോഡ് എന്ന് പറയുന്നത് ഒരു PN ജംഗ്ഷനാണ്. സോ നമ്മൾ വേറെ വോൾട്ടേജ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. പക്ഷേ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിലേക്ക് പോകും? ഒരു നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, സോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു എക്സ്റ്റേണൽ എക്സൈറ്റേഷൻ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതായത് ടെമ്പറേച്ചർ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അതല്ലാണ്ട് വേറെ ഒരു വോൾട്ടേജോ ഒരു കറണ്ടോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതേമാതിരി ഇക്വിലിബ്രിയത്തിൽ ചാർജ് കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എക്സ്റ്റേണൽ എക്സൈറ്റേഷനും ഉണ്ടാവില്ല. അതേമാതിരി ചാർജസിൻ്റെ മൂവ്മെൻറ്റും 0 ആയിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം അല്ലാത്ത സ്റ്റേറ്റാണ്. പക്ഷേ ഈ സ്റ്റേറ്റിൽ എല്ലാ പ്രോസസ്സും കോൺസ്റ്റൻ്റ് ആണ്. അതേമാതിരി സ്റ്റഡി സ്റ്റേറ്റിൽ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടിട്ട് ഒപ്പോസ് ചെയ്തിട്ട് വേറൊരു പ്രോസസ്സ് നടത്തി അത് ബാലൻസ് ചെയ്തു പോകും. ഇതിനെയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ 2 കാര്യങ്ങളാണ്. ഒന്ന് 2 ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ബേസ്ഡ് ഓൺ റീകോമ്പിനേഷൻ. പിന്നെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്താ, ഇക്വിലിബ്രിയം എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ നമ്മുടെ എഫക്റ്റീവ് മാസ് എന്താണ്, ഇനി എങ്ങനെയാണ് എനർജിയും മൊമെൻറ്റും ഒക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്.